ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഒലിവർ ക്രോംവെൽസ് കോമൺവെൽത്ത്, പ്യൂരിറ്റൻ ഇൻട്രഗ്നം, റൈസ് ഓഫ് പ്യൂരിറ്റാനിസം, ലിറ്റററി കോൺട്രിബ്യൂഷൻസ് ഓഫ് ജോൺ ബെനിയൻ ആൻഡ് ജോൺ മിൽട്ടൺ. ഇത്രയാണ് നോക്കുന്നത്. ഒലിവർ ക്രോംവെൽസ് കോമൺവെൽത്ത് എന്ന് പറയുമ്പോൾ 1649 തൊട്ട് 1660 വരെയാണ് ഹാപ്പൻ ചെയ്തിരിക്കുന്നത്. കോമൺവെൽത്ത് കിങ്സ് ചാൾസ് ഫസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്തു 1649. അതിനുശേഷമാണ് കോമൺവെൽത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് മൊണാർക്കിയെ അബോളിഷ് ചെയ്തു ടെമ്പററി ആയിട്ട്. അപ്പോൾ ഗവൺമെൻറ്റിനെ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് റിപ്പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്തു. ആൻഡ് ലേറ്റർ ക്രോംവെല്ല് എന്ത് ചെയ്തു, പവറിലോട്ട് കയറി. ഒലിവർ ക്രോംവെല്ല് അദ്ദേഹം ഫസ്റ്റ് MP ആയിട്ട്, അതായത് മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിട്ട് സെർവ് ചെയ്തിട്ട് പിന്നീട് അദ്ദേഹം മിലിറ്ററി ലീഡറായിട്ട് മാറി ഓഫ് ദി പാർലമെൻറ്റേറിയൻസ്. കോമൺവെൽത്ത് ഫേസ്ഡ് ഇമ്മീഡിയറ്റ് ഒപ്പോസിഷൻ ഫ്രം റോയലിസ്റ്റ് ആൻഡ് അതർ ഫോറിൻ മൊണാർക്കീസ്. ചാൾസ് ടൂവിനെ റീസ്റ്റോർ ചെയ്യാനായിരുന്നു അവർക്കൊക്കെ താല്പര്യം. അപ്പോൾ ക്രോംവെൽ എന്ത് ചെയ്തു, അതായത് ആർമിയെ ഹെവി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തു. അത് ആ ആർമിയുടെ പേര് ന്യൂ മോഡൽ ആർമി എന്നായിരുന്നു. അതൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്യൂരിറ്റൻ ഫോഴ്സാണ്. പ്യൂരിറ്റൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എക്സ്ട്രീം ആയിട്ടുള്ള പ്രൊട്ടസ്റ്റൻസിനെയാണ് പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത്. വളരെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ കൺട്രോളിന് വേണ്ടി ക്രോംവെൽ എന്ത് ചെയ്തു, ഒരു ന്യൂ മോഡൽ ആർമി എന്നും പറഞ്ഞ് എക്സ്ട്രീം ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്യൂരിറ്റൻ ഫോഴ്സിനെ കൊണ്ടുള്ള ഒരു ആർമിയാണിത്. അവരെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. 1653 ക്രോംവെല്ല് പാർലമെന്റ് എല്ലാം ഡിസ്മിസ് ചെയ്തു. ആൻഡ് ഹി അസ്യൂംഡ് ദ റോൾ ഓഫ് ലോർഡ് പ്രൊട്ടക്ടർ എന്നുള്ള ആ ഒരു പൊസിഷൻ ഇദ്ദേഹം അസ്യൂം ചെയ്തെടുത്തു. ആൻഡ് എന്നിട്ട് ഇദ്ദേഹം ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് അത് അദ്ദേഹം എന്ത് ചെയ്തു, ചെയ്തു. ആൻഡ് പിന്നെ മിലിറ്ററി റൂൾ വെച്ചിട്ടായിരുന്നു ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നത്, റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. വളരെ ഡീപ്ലി റിലീജിയസ് ആയിട്ടുള്ള പ്യൂരിറ്റൻ ആയിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ദൈവമാണ് എല്ലാം തീരുമാനിക്കുന്നത്, ആ ഒരു ഇതിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. മോറൽ ഡിസിപ്ലിൻ ഒരുപാട് എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. തിയേറ്റേഴ്സ് ബാൻ ചെയ്തു, ഗാംബ്ലിംഗ് ബാൻ ചെയ്തു, ഇതെല്ലാം. പിന്നെ ഈ ക്രിസ്മസ് പോലെയുള്ള ഇമ്മോറൽ ഫെസ്റ്റിവൽസ് എന്നാണ് ഇദ്ദേഹം കൺസിഡർ ചെയ്തിരുന്നത്, അതിനെയെല്ലാം സപ്രസ് ചെയ്തു. കോമൺവെൽത്ത് പ്രൊട്ടസ്റ്റാൻറ്റിസം അല്ലെങ്കിൽ പ്യൂരിറ്റാനിസത്തിനെ സ്ട്രെങ്തൻ ചെയ്തു. കാത്തലിക്സിനെ ഇവർ പേഴ്സിക്യൂട്ട് ചെയ്ത് കളഞ്ഞു. ആൻഡ് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു റൂളായിരുന്നു ക്രോംവെല്ലിൻ്റേത്. ആൻഡ് അതുപോലെ തന്നെ ക്യാമ്പയിൻസ്, ഇദ്ദേഹം നടത്തുന്ന ക്യാമ്പയിൻസ് എല്ലാം വളരെ ക്രൂവലായിരുന്നു. ലീഗൽ സിസ്റ്റത്തിനെയൊക്കെ അദ്ദേഹം റീഫോം ചെയ്തു. പിന്നെന്താണ്, പ്രൊമോഷൻ, അതായത് എഫിഷ്യൻസിക്കും ഫെയർനെസ്സിനുമാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ കാത്തലിക്സിനും ആംഗ്ലിക്കൻസിനെ എല്ലാം എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം റിലീജിയസ് മാറ്റേഴ്സ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇംഗ്ലണ്ടിലോട്ട് ജ്യൂസ് അല്ലെങ്കിൽ ജൂതന്മാരെ റിട്ടേൺ ചെയ്തു, അലോ ചെയ്തു അവരെ അദ്ദേഹം. പിന്നെ ഇംഗ്ലണ്ട് ഒരു സ്ട്രോങ് നേവൽ പവറായിട്ട് മാറി. ഇപ്പോൾ ഒരു നാവിഗേഷൻ ആക്ട് ഓഫ് 1651 ഒക്കെ ഇംഗ്ലീഷ് ട്രേഡിനെയൊക്കെ ബൂസ്റ്റ് ചെയ്തു. ആൻഡ് ഡച്ച് ഡൊമിനൻസിനെയൊക്കെ ഇത് ചലഞ്ച് ചെയ്തു. ആൻഡ് ഓൾസോ പിന്നെന്താണ്, ഡച്ച് ആൻഡ് സ്പാനിഷിനെതിരെ സക്സസ്ഫുൾ വാർസ് ഒക്കെ ഇദ്ദേഹം ലീഡ് ചെയ്തു. ഒരു ഗോഡ്ലി സൊസൈറ്റി കൊണ്ടുവരണം എന്നായിരുന്നു ഇദ്ദേഹത്തിന് ആഗ്രഹം. പക്ഷേ എന്നാലും എന്താണ്, മിലിറ്ററി റൂളും സ്ട്രിക്റ്റ് ലോസും ഒക്കെ ആയതുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആഫ്റ്റർ ഹിസ് ഡെത്ത് ഇൻ 1658 അദ്ദേഹത്തിൻ്റെ സണ്ണായിട്ടുള്ള റിച്ചാർഡ് ക്രോംവെല്ല് വന്നു. പക്ഷേ ഫെയിൽ ആയിപ്പോയി, കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കോമൺവെൽത്ത് കൊളാപ്സ്ഡ് ആയി. ചാൾസ് ഫസ്റ്റിൻ്റെ മകനെ ചാൾസ് ടൂവിനെ തിരികെ കൊണ്ടുവന്ന് 1660 റീസ്റ്റോർ ചെയ്തു, മൊണാർക്കി രാജഭരണം കൊണ്ടുവന്നു. ഓക്കെ, ഇനി പ്യൂരിറ്റൻ ഇന്റർറഗ്നം എന്നുള്ള പീരീഡാണ്. ഈ ഒലിവർ ക്രോംവെല്ലിന്റെ ഈ ഒരു പീരീഡ് ഓഫ് റൂളിനെയാണ് പ്യൂരിറ്റൻ ഇന്റർറഗ്നം അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആ ഒരു യഥാർത്ഥ ഗവൺമെന്റിനെ സസ്പെൻഡ് ചെയ്തിട്ട് അവിടെ ഒരു റൂളിൽ ഗ്യാപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പീരീഡ് ബിറ്റ്വീൻ ദ എക്സിക്യൂഷൻ ഓഫ് ചാൾസ് ഫസ്റ്റ്, അതായത് 1649 ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ചാൾസ് ടു 1660, ആ ഒരു ഗ്യാപ്പിലുള്ള പീരീഡിനെയാണ് പ്യൂരിറ്റൻ ഇന്റർറഗ്നം എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് രാജാക്കന്മാരും തമ്മിലുള്ള ആ ഒരു ബിറ്റ്വീൻ കിങ്സ്, ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ ഇന്റർറഗ്നം എന്നുള്ള പീരീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ പ്യൂരിറ്റൻ വാല്യൂസിനും മിലിറ്ററി റൂളിനുമായിരുന്നു സ്ഥാനം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊണാർക്കിയും ഹൗസ് ഓഫ് ലോർഡ്സും എല്ലാം അബോളിഷ് ചെയ്തു. രാജഭരണം ഇല്ലായിരുന്നു. പാർലമെന്റും ഇനിഷ്യലി ഇല്ലായിരുന്നു. പാർലമെന്റ് ഇനിഷ്യലി ഉണ്ടായിട്ട് പിന്നീട് അവസാനം അതിനെ ഡിസോൾവ് ചെയ്തു. പിന്നെ ക്രോംവെൽ എങ്ങനെയാണ് ഭരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ മിലിറ്ററി റൂള് വെച്ചും ആർമി വെച്ചിട്ടൊക്കെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഗവൺമെന്റ് വഴിയാണ് ക്രോംവെല്ല് ലോർഡ് പ്രൊട്ടക്ടറായിട്ട് മാറിയത്. ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞ് 1653 കൊണ്ടുവന്നതാണ്. അതായത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് അതിനെ പറയുന്നത്. ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്. ഇതുവഴിയാണ് ഒലിവർ ക്രോംവെല്ല് ലോർഡ് പ്രൊട്ടക്ടറായിട്ട് റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് പ്യൂരിറ്റൻ ഇൻഫ്ലുവൻസ് ഗവർണൻസിലും എല്ലാത്തിലും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു റിലീജിയസ് ഡിസിപ്ലിനും ഭയങ്കര റിലീജിയസ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ആയിരുന്നു. തിയേറ്റേഴ്സിനെയൊക്കെ ഇമ്മോറൽ എന്ന് വിളിച്ച് ക്ലോസ് ചെയ്തിരുന്നു. പോപ്പുലർ സ്പോർട്സും ഫെസ്റ്റിവൽസും ക്രിസ്മസ് സെലിബ്രേഷൻസും എല്ലാം ബാൻ ചെയ്തു. ഈ ബ്ലാസ്ഫമി
ബ്ലാസ്ഫമിക്കെതിരെ, ദൈവത്തിനെതിരെ എന്തെങ്കിലും ചെയ്യുന്നത്, ഡ്രിങ്ക് ചെയ്യുന്നതിനെതിരെ, ഇമ്മോറാലിറ്റിക്കെതിരെയൊക്കെ സ്ട്രിക്റ്റ് ലോസ് കൊണ്ടുവന്നു ഇവർ. ഫാമിലി ലൈഫിനും പ്രൈവറ്റ് ഡിവോഷനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. സ്കൂൾസ് എല്ലാം ബൈബിൾ റീഡിങ്ങിനും പ്യൂരിറ്റൻ വാല്യൂസിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ ആംഗ്ലിക്കൻസിനെയും കാത്തോലിക്സിനെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ക്ലൂഡ് ചെയ്തിരുന്നു ഇവർ. അപ്പം ഇംഗ്ലണ്ട് അങ്ങനെ ഒരു ഡീപ്പ് ഡിവിഷനിലിടയിലായിപ്പോയി, പ്യൂരിറ്റൻസിൻ്റെയും റോയലിസ്റ്റിൻ്റെയും ഇടയിലായിപ്പോയി. ഫോറിൻ പോളിസി വളരെ അഗ്രസീവ് ആയിരുന്നു. ആൻഡ് ഓൾസോ അതായത് ഇംഗ്ലണ്ടിനെ ഒരു നേവൽ പവറാക്കി മാറ്റി. അപ്പോൾ നാവിഗേഷൻ ആക്ട് ഒക്കെ ഒരുപാട് വന്നു. അങ്ങനെ ഇംഗ്ലീഷ് ട്രേഡിങ്ങും ഷിപ്പിങ്ങും ഒക്കെ കൂടി. പിന്നെന്താണ്, കോളനൈസേഷനും ഓവർസീസ് ട്രേഡൊക്കെ എക്സ്പാൻഡ് ചെയ്തു. ആർമി ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് മാറി. പക്ഷേ ആഫ്റ്റർ ക്രോംവെൽസ് ഡെത്ത് ഇൻസ്റ്റബിലിറ്റി വന്നു. അങ്ങനെ ഈ ഒരു ഇത് കൊളാപ്സ്ഡ് ആയിട്ട് മാറി. ഓക്കെ, അങ്ങനെ 1660 ചാൾസ് ടൂവിനെ മൊണാർക്കിയിൽ വെച്ചിട്ട് റീസ്റ്റോർ ചെയ്തു. റൈസ് ഓഫ് പ്യൂരിറ്റനിസം ആണ് അടുത്തത്. പ്യൂരിറ്റനിസം 16th സെഞ്ചുറിയിലാണ് വന്നത്. പ്യൂരിറ്റൻസിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ചിനെ പ്യൂരിഫൈ ചെയ്യുക, അതായത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ പ്യൂരിഫൈ ചെയ്യുക ഫ്രം കാത്തലിക് പ്രാക്ടീസസ്. കാത്തോലിസത്തിനെതിരെ വന്നതാണ് പ്യൂരിറ്റനിസം അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റാന്റിസം എന്ന് പറയുന്നത്. ഇവർ റിച്വൽസ്, സെറമണീസ്, ഹൈറാർക്കിക്കൽ അതോറിറ്റിയൊക്കെ റിജക്ട് ചെയ്തിരുന്നു. ഇൻഡിവിജ്വൽ റീഡിംഗ് ഓഫ് ദ ബൈബിളിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പ്രീച്ചിങ് ആയിരുന്നു ഇവർ സെന്റർ ഓഫ് വർഷിപ്പ് അല്ലെങ്കിൽ സെൻട്രൽ ടു വർഷിപ്പ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. അതായത് സിമ്പിൾ ആയിട്ടുള്ള ചർച്ച് സർവീസസ് ആണ് ഇവർ വാല്യൂ കൊടുത്തത്. മോറൽ ഡിസിപ്ലിനും സ്ട്രിക്റ്റ് കോഡ്സ് ഓഫ് കണ്ടക്ട് ആണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. തിയേറ്ററിനെതിരെ, ഡാൻസിങ്ങിനെതിരെ, ഗാംബ്ലിങ്ങിനെ എല്ലാം ഇവർ സിൻഫുൾ ആയിട്ട് കണ്ടു. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, എസ്പെഷ്യലി ബൈബിൾ റീഡിങ്ങിന്റെ എഡ്യൂക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ സ്ട്രോങ് സെൻസ് ഓഫ് വർക്ക് എത്തിക്സ് ഇവർക്കുണ്ടായിരുന്നു. മോഡസ്റ്റി, പ്ലെയിൻ ലിവിംഗ് ഒക്കെ ആയിരുന്നു, സിമ്പിൾ ലൈഫായിരുന്നു ഇവർ പ്രൊമോട്ട് ചെയ്തത്. പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിരുന്നു, പക്ഷേ മൊണാർക്കിക്കെതിരെയായിരുന്നു. പാർലമെന്ററി റൈറ്റ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഓൾസോ ചിലരെന്ന് പറയുന്നത് ന്യൂ ഇംഗ്ലണ്ടിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു ഇത് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. പ്യൂരിറ്റനിസം സോഷ്യൽ റീഫോംസ് ഒക്കെ കൊണ്ടുവന്നു. ചാരിറ്റിയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു, എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്യൂരിറ്റൻ സെർമൺസും റൈറ്റിംഗ്സും ഒക്കെ ഇംഗ്ലീഷ് പ്രോസിൽ ഒരുപാടുണ്ടായി. ഇവർ ഇംഗ്ലണ്ടിനെ ന്യൂ ഇസ്രയേൽ എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഒരു ഗോഡ്ലി പവർ കൊണ്ടുവരണം എന്നുള്ളത് ഇതിനായിരുന്നു. പിന്നെന്താണ്, ഒലിവർ ക്രോംവെല്ലാണ് പ്യൂരിറ്റൻ കോമൺവെൽത്ത് ഒക്കെ കൊണ്ടുവന്നത്. പ്യൂരിറ്റാനിസം 1660 മൊണാർക്കി വന്നപ്പോഴത്തേക്കും ഡിക്ലൈൻഡ് ആയി. നെക്സ്റ്റ് ലിറ്റററി കോൺട്രിബ്യൂഷൻസ് ഓഫ് ജോൺ ബനിയൻ ആൻഡ് ജോൺ മിൽട്ടൺ ആണ് നമ്മൾ നോക്കുന്നത്. ജോൺ ബനിയൻ ഒരു ഇംഗ്ലീഷ് പ്യൂരിറ്റൻ പ്രീച്ചർ ആയിരുന്നു, റൈറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അലിഗോറിക്കൽ വർക്ക് എന്ന് പറയുന്നത് ദ പിൽഗ്രിംസ് പ്രോഗ്രസ്. പ്യൂരിറ്റൻ സ്പിരിറ്റൊക്കെ നമുക്ക് ഇദ്ദേഹത്തിന്റെ വർക്കിനകത്ത് കാണാം. ഇദ്ദേഹവും എന്തിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ളത് വളരെ പ്ലെയിൻ ആയിട്ട് ആക്സസിബിൾ ഇംഗ്ലീഷിൽ കോമൺ റീഡേഴ്സിന് വായിക്കാവുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ ഒരാളുടെ ജേർണി ടുവേർഡ്സ് സാൽവേഷൻ അതാണ് ഇവിടെ കാണിക്കുന്നത്. മെയിൻ ക്യാരക്ടറിന്റെ പേര് ക്രിസ്ത്യൻ എന്നാണ്. അദ്ദേഹം സിറ്റി ഓഫ് ഡിസ്ട്രക്ഷനിൽ നിന്ന് ഹെവനിലോട്ട്, അതായത് സെലസ്റ്റിയൽ സിറ്റിയിലോട്ട് പോകുന്ന ആ ഒരു ജേർണിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്യാരക്ടേഴ്സ് ആയിട്ട് ഫെയ്ത്ത്ഫുൾ എന്നുള്ളൊരു ക്യാരക്ടർ ഉണ്ട്, ഹോപ്പ്ഫുൾ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. മോറൽ ടീച്ചിങ് ആണ് ഇദ്ദേഹം ഇതിനകത്ത് ഉദ്ദേശിച്ചേക്കുന്നത്. ഹൈലി പോപ്പുലർ ആയിട്ട് മോസ്റ്റ്ലി ട്രാൻസ്ലേറ്റഡ് വർക്കുമാണ് ഇത്. ദ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് മിസ്റ്റർ ബാഡ്മാൻ എന്ന് പറഞ്ഞ് ജോൺ ബനിയൻ ഒരു വർക്ക് എഴുതിയിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർക്കിനകത്ത് സിൻഫുൾ ലൈഫിന്റെ കോൺസിക്വൻസിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ദ ഹോളി വാർ എന്നും പറഞ്ഞ് അനദർ ഒരു വർക്കും കൂടി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വർക്ക്സിനകത്ത് നമുക്ക് ചർച്ചിന്റെ റിച്വൽസ്, പേഴ്സണൽ ഫെയ്ത്ത്, അതായത് പേഴ്സണൽ ഫെയ്ത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ചർച്ചിന്റെ റിച്വൽസിനല്ല. പിന്നെ ഇദ്ദേഹത്തിന് ഇംപ്രിസൺ ചെയ്തിരുന്നു, 12 years ജയിലിൽ കിടന്നിരുന്നു. ഇദ്ദേഹത്തിന്റെ വർക്ക്സ് കാരണമൊക്കെയാണ് കേട്ടോ. പിന്നെന്താണ്, ഒരു സെൻട്രൽ ഫിഗർ ഇൻ ക്രിസ്ത്യൻ ലിറ്ററേച്ചർ എന്ന് നമുക്കിതിനെ പറയാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ജോൺ മിൽട്ടൺ ആണ്. മിൽട്ടൺ ഗ്രേറ്റസ്റ്റ് ഓഫ് ദി പോയിറ്റ് ആയിരുന്നു, ഇംഗ്ലീഷ് പോയിറ്റ് ആയിരുന്നു. ക്ലാസിക്കൽ ലേണിംഗ് പ്ലസ് പ്യൂരിറ്റൻ ഐഡിയാസ് ഉണ്ട് ഇദ്ദേഹത്തിന്. അപ്പോൾ പ്യൂരിറ്റാനിസം ചോദിക്കുമ്പോഴേ വലിയ മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്യൂരിറ്റാനിസത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ഒലിവർ ക്രോംവെൽ, മറ്റേ ചാൾസ് ടു വന്ന കാര്യം പറഞ്ഞു, പ്യൂരിറ്റൻ ഇന്റർഗ്നം, കോമൺവെൽത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ജോൺ മിൽട്ടണും ജോൺ ബനിയനും നല്ല പ്യൂരിറ്റൻ റൈറ്റേഴ്സ് ആയിരുന്നു. അവരുടെ വർക്ക്സിനകത്ത് ഫുൾ പ്യൂരിറ്റൻ ഐഡിയാസ് ആയിരുന്നു. അപ്പോൾ അത് എന്തായാലും നമ്മൾ പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ജോൺ മിൽട്ടന്റെ ഒരു ഫേമസ് എപ്പിക് പോമാണ് പാരഡൈസ് ലോസ്റ്റ് 1667 എഴുതി. അതെന്താണ്, ആഡമിന്റെയും ഈവിന്റെയും ബിബ്ലിക്കൽ സ്റ്റോറിയും അവരുടെ ഫോളുമാണ് പറഞ്ഞിരിക്കുന്നത്. ഒബീഡിയൻസ്, ഫ്രീ വില്ല്, റിഡംഷൻ, സിൻ ഇതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സെയ്റ്റനെ ഒരു കോംപ്ലക്സ് ട്രാജിക് ഫിഗർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ബ്ലാങ്ക് വേർഡ്സിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. മിൽട്ടന്റെ സ്റ്റൈലിനെ ഗ്രാൻഡ് സ്റ്റൈൽ എന്നാണ് വിളിക്കുന്നത്. വളരെ എലവേറ്റഡ് ആയിട്ട് ഒക്കെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. പാരഡൈസ് റീഗെയിൻഡ് എന്നും പറഞ്ഞ് പാരഡൈസ് ലോസിന്റെ സെക്കൻഡ് പാർട്ടുണ്ട് 1671 എഴുതി. ഇതെന്ന് വെച്ചാൽ ക്രൈസ്റ്റിന്റെ വിക്ടറി ഓവർ ടെംപ്റ്റേഷൻ, ക്രൈസ്റ്റിന്റെ അറൈവലൊക്കെയാണ് പറയുന്നത്. പിന്നെ മറ്റൊരു വർക്ക് എന്ന് പറയുന്നത് സാംസൺ അഗണിസ്റ്റസ് 1671 ഒരു വർക്കാണ്. ഇതൊരു ട്രാജിക് ആയിട്ടുള്ള ക്ലോസറ്റ് ഡ്രാമയാണ്. ക്ലോസറ്റ് ഡ്രാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റേജിൽ പെർഫോം ചെയ്യാനല്ല, ജസ്റ്റ് എഴുത്തിൽ മാത്രമുള്ള ഡ്രാമ. ഇറ്റ് ഈസ് നോട്ട് മെന്റ് ടു ബി പെർഫോംഡ് ഓൺ സ്റ്റേജ്. ഓക്കെ, അപ്പം സാംസൺ അഗണിസ്റ്റസ് എന്ന് വെച്ചാൽ സാംസൺ ദ റെസ്ലർ എന്നാണ്.
പിന്നെ മിൽട്ടൺ ഒരു മേജർ പൊളിറ്റിക്കൽ റൈറ്ററും കൂടിയായിരുന്നു. പ്രസിന്റെ ഫ്രീഡത്തിന് വേണ്ടി ഇദ്ദേഹം എറിയോ പെജിറ്റീഷ്യ എന്നുള്ളൊരു വർക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം ക്രോംവെല്ലിന്റെ ഗവൺമെന്റ് ഉണ്ടല്ലോ, ആ ഒരു ഗവൺമെന്റിൽ സെക്രട്ടറി ആയിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. കോമൺവെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പാംഫ്ലെറ്റ്സ് ഒക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പിന്നെ 1652 ഇദ്ദേഹം ബ്ലൈൻഡ് ആയി മാറി. പക്ഷെ എന്നാലും ഇദ്ദേഹം വർക്ക്സ് ഒക്കെ എഴുതിയിരുന്നു. ക്രിസ്ത്യൻ തീംസ് ഒക്കെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ വർക്ക്സ് ഒക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു ലാസ്റ്റ് ഗ്രേറ്റ് റിനസൻസ് പോയിന്റ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ.